ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ്. ആധാർ കാർഡ് കൃത്യമായ ഇടവേളകളിൽ പുതുക്കേണ്ടതും ഉണ്ട്. ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നീട്ടിയിട്ടുണ്ട്. ആധാർ കാർഡ് ഉടമകൾക്ക് 2025 ജൂൺ 14 വരെ സൗജന്യമായി പുതുക്കാൻ സാധിക്കുന്നതുമാണ്. തിരിച്ചറിയൽ വിലാസരേഖകൾ ഓൺലൈനായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സമയമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ തീയതിക്ക് ശേഷം ഏതെങ്കിലും അപ്ഡേറ്റുകൾക്ക് ആധാർ എൻറോൾമെന്റ് സെന്ററുകളിൽ പോകേണ്ടി വരും. കൂടാതെ 50 രൂപ ഫീസ് ഈടാക്കുകയും ചെയ്യും. ജൂൺ 14 വരെ മൈ ആധാർ പോർട്ടലിലൂടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സൗജന്യമായി തന്നെ സാധിക്കുന്നതായിരിക്കും. ആധാർ ഉടമകൾ അവരുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിന് എൻറോൾമെന്റ് തീയതി മുതൽ ഓരോ 10 വർഷത്തിലും അവരുടെ തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. തിരിച്ചറിയൽ രേഖയ്ക്ക് വേണ്ടി റേഷൻ കാർഡ്, വോട്ടർ ID, സർക്കാർ നൽകിയ വിലാസമുള്ള ID, ഇന്ത്യൻ പാസ്പോർട്ട് എന്നിവ രേഖകളായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് തിരിച്ചറിയൽ രേഖയ്ക്കും വിലാസത്തിനും ഉപയോഗിക്കാൻ സാധിക്കും. തിരിച്ചറിയൽ രേഖയ്ക്ക് വേണ്ടി പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് മുതലായ രേഖകൾ ഉപയോഗിക്കാൻ സാധിക്കും. വിലാസം തെളിയിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ 3 മാസത്തെ വൈദ്യുതി അല്ലെങ്കിൽ വെള്ളം ബില്ലും, ഗ്യാസ് ബില്ലുകൾ, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് എന്നിവ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. ബയോമെട്രിക് അപ്ഡേറ്റുകൾക്കായി ആധാർ എൻറോൾമെന്റ് സെന്ററുകൾ വഴി സാധിക്കുകയുള്ളൂ. ജൂൺ 14 വരെയാണ് സൗജന്യമായി ചെയ്യാനുള്ള അവസരമുള്ളത്. ഇത് കഴിഞ്ഞ് എല്ലാ ഡോക്യുമെന്റ് അപ്ഡേറ്റുകളും ഒരു ആധാർ സെന്ററിൽ ഓഫ്ലൈനായി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. കൂടാതെ ഫീസും ഈടാക്കുന്നതായിരിക്കും. ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളവർ ഈ സമയപരിധി വിനിയോഗിക്കേണ്ടതാണ്. ജൂൺ 14 വരെ മൈ ആധാർ പോർട്ടലിലൂടെ സൗജന്യമായി തന്നെ ചെയ്യാൻ സാധിക്കും. അടുത്ത അറിയിപ്പ്, പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പ്. ഡിജിപിൻ എന്ന് വിളിക്കുന്ന ഈ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി വിലാസങ്ങളും സ്ഥാനവും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നേരത്തെ പിൻകോഡുകളായിരുന്നു ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ 10 അക്കമുള്ള ഡിജിപിൻ മേൽവിലാസം കൃത്യമായ സ്ഥലം കണ്ടെത്താൻ സഹായിക്കുന്നതായിരിക്കും. ഡിജിപിൻ കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ പ്രത്യേകം വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റ് വഴി താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ഡിജിപിൻ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. കത്തുകളും പോസ്റ്റുകളും കൂടാതെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഷോപ്പിംഗ് നടത്തുന്നവർക്കും എളുപ്പത്തിൽ തന്നെ മേൽവിലാസങ്ങൾ നൽകാൻ സാധിക്കും. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ ഡിജിപിൻ നൽകുന്നത് വഴി ഡെലിവറികൾ വേഗത്തിലാകാനുള്ള സാധ്യതകളും ഉണ്ട്. പിൻകോഡുകൾക്ക് പകരമായിട്ടാണ് ഡിജിപിൻ ഉള്ളത്. 4 മീറ്റർ പരിധിയിൽ കൃത്യമായ സ്ഥാനവും കണ്ടെത്താൻ സാധിക്കുന്നതാണ്.